മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുന്നു, മുത്തശ്ശി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല, അത് പറയണം ഇപ്പം എന്ന് പറയാം. എന്ത് കാര്യമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്ര സാറിൻ്റെയും വൈജയന്തി മാഡത്തിൻ്റെയും കല്യാണം കഴിഞ്ഞ കാര്യം. ഓ, അത് ഇപ്പോഴാണ്, അത് പിന്നെ എപ്പോഴെങ്കിലും പറയാടി. ഞാനിപ്പോൾ എന്തായാലും മുത്തശ്ശിക്ക് കുഴമ്പിട്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, മുത്തശ്ശി പറയുക അപ്പം എനിക്കത് കേൾക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങണ്. അപ്പോൾ ബാലേന്ദ്രൻ്റെ അച്ഛൻ്റെ കൂടെ അന്ന് കൊപ്രക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വര പോലത്തെ ഒരു പയ്യനായിരുന്നു. അപ്പോൾ അയാളെ കൂടെ എന്നും വരുമായിരുന്നു. അങ്ങനെ അവനൊരു 5-6 വയസ്സായപ്പോഴാണ് വൈജി ഉണ്ടായത്. പിന്നീട് രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ഒരേ ക്ലാസ്സിലല്ല കേട്ടോ, ഒരേ സ്കൂളിലാണ്. അതിനുശേഷം പിന്നെ ബാലേന്ദ്രൻ കോളേജിലേക്കൊക്കെ പോയി തുടങ്ങി, കോളേജിലായി. പിന്നെ വൈജ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ബാലചന്ദ്രൻ ഒരു കുസൃതി ഒപ്പിച്ചു എന്ന് പറയും. എന്തെന്ന് ചോദിക്കും. അവൾക്കൊരു കത്ത് എഴുതി കൊടുത്തു എന്ന് പറയും. കത്തോ എന്ന് വെച്ചാൽ ലവ് ലെറ്ററോ എന്ന് ചോദിക്കും. ആ, അത് തന്നെ എന്ന് പറയും. എന്നിട്ട് വൈജി അത് കൊണ്ട് സഹോദരന്മാർക്ക് കൊടുക്കും. സഹോദരന്മാർ അത് അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. അച്ഛൻ രാവുണ്ണി നായർ, രാവുണ്ണി മേനോൻ എന്നാണ് പേര്, രാവുണ്ണി മേനോനെ വിളിച്ച് ബാലേന്ദ്രനെയും കൊണ്ട് വരാൻ പറയും. അങ്ങനെ ബാലേന്ദ്രനോട് ചോദിക്കും, ഇത് നീ എഴുതിയതാണോ എന്ന് ചോദിക്കും. അതേന്ന് പറയും. ഒറ്റയടിയായിരുന്നു മുഖം പൊത്തി എന്ന് പറഞ്ഞ്. അതിനുശേഷം പിന്നീട് ബാലചന്ദ്രൻ നാട് വിടും, ഗൾഫിലേക്കൊക്കെയാണ് പോയത്. ഗൾഫിൽ പോയി 2 വർഷം അവിടെ നിന്ന് തിരിച്ച് വന്ന് ആദ്യം തുണിക്കടയിട്ട് പിന്നീട് ജ്വല്ലറി ഇട്ട് വെച്ചടി കയറ്റായിരുന്നു എന്ന് പറയും. അതിനുശേഷം അവൻ വീണ്ടും കൈതയ്ക്കൽ മാളിക വീട്ടിലേക്ക് കയറി വന്ന് വൈജിയെ കല്യാണം കഴിച്ച് തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് രാവുണ്ണി നമ്മുടെ വൈജയുടെ അച്ഛന് അത്രയ്ക്ക് കുഞ്ഞുണ്ണി മേനോന് അത്രയ്ക്ക് സമ്മതമല്ലായിരുന്നു. പക്ഷേ സഹോദരന്മാരെല്ലാവരും കൂടി നിർബന്ധിച്ച് ഇപ്പം നല്ല സാമ്പത്തികമൊക്കെ ആയാലും ജ്വല്ലറിയൊക്കെ ഉള്ളതല്ലേ, കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈജയനോട് ചോദിച്ചപ്പോൾ വൈജയ്ക്കും സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ കല്യാണം നടന്നതെന്ന് പറയും. വൈജ ഇന്നത്തെ പോലെയൊന്നുമല്ല, അന്ന് നല്ല സുന്ദരിയായിരുന്നു. ഇപ്പോഴല്ലേ വണ്ണമൊക്കെ വെച്ചതെന്ന് പറയും. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെയാണ് ആ കല്യാണം നടന്നതെന്ന് പറയും. അതിനുശേഷം രണ്ടുപേരും കൂടെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടക്കും. മുത്തശ്ശിയോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയും. പിന്നീട് ഒരു പാതിരയൊക്കെ ആയപ്പോൾ ഭയങ്കര വേദന മുത്തശ്ശിക്ക്. എണീക്കാനും കിടക്കാനും നിൽക്കാനൊന്നും പറ്റുന്നില്ല. കരച്ചിലോട് കരച്ചിൽ. ആ വേദനയുടെ ഗുളിക ഒരു 3 എടുത്ത് കൊടുക്കാൻ പറയും. 3 പോയിട്ട് ഒരെണ്ണം പോലും കഴിക്കാനുള്ള ആരോഗ്യം ഇല്ല എന്ന് അലീന പറയും. എന്നാൽ പിന്നെ എന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയും. ഈ നേരമായി, പാതിരയായില്ലേ, അവരെത്തി ചെന്നാലും ഒരു നാളെ കൊണ്ടുപോകാന്നല്ലേ പറയുള്ളൂ. നീ വൈജിയോട് പറയണ്ട, നീ ബാലചന്ദ്രനോട് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്നിട്ട് അലീന പോയി ബാലചന്ദ്രനെ റൂമിൽ ചെന്ന് വാതിലുമ്മ മുട്ടും. കുറേ മുട്ടുമ്പോഴായിരിക്കും വിളിക്കുക. എന്താ ഈ നേരത്തെ അലീനയെന്ന് ചോദിക്കും. മുത്തശ്ശിക്ക് തീരെ വയ്യ, ഭയങ്കര വേദന, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയണേന്ന് പറയും. അപ്പോൾ ആ സമയത്ത് വൈജയന്തി ഉണ്ടോ, നിനക്ക് എന്തിൻ്റെ കേടുന്ന്, ഈ പാതിരാത്രിക്കോ, നാളെ കൊണ്ടുപോകാമെന്ന് പറയും. ഇപ്പം സമയം എത്രയെന്ന് അറിയുമെന്ന് പറയും. വേദന എടുത്ത് പൊളയുന്ന ആൾക്കാരോട് സമയം പറയാനൊന്നും എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറയണേന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ അങ്ങോട്ട് പോക്കോ, ഞങ്ങൾ വരാമെന്ന് പറയും. പിന്നീട് ബാലചന്ദ്രൻ ചെല്ലുമ്പോൾ ഭയങ്കര ശക്തിയായിട്ടുള്ള കരച്ചിലാണ്. പൊന്നും മോനെ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. അപ്പം അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, അമ്മ അവിടെ നടന്നെന്നും പറഞ്ഞല്ലോ കൊല്ലപ്പള്ളിയിൽ, അതൊക്കെ ചെയ്തു മോനെ, നടക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ എന്ന് പറയുമ്പോൾ അതിനിടയ്ക്കല്ലേ ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനും വൈജയന്തി വേഗം വിഷയം മാറ്റും. ഇനിയിപ്പോൾ അതൊന്നും പറയാൻ നിൽക്കണ്ട, വാ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അവരൊരുങ്ങി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ അലീന കൂടെ പോരാന്ന് പറയും. നീ പോരണ്ട, നീ ഇവിടെ നിന്നാൽ മതി, രാവിലെ ഞങ്ങൾ എത്താൻ വൈകണമെങ്കിൽ കുട്ടികളെ കാര്യങ്ങളൊക്കെ നീ നോക്കണം, വീട് നിന്നെ ഏൽപ്പിച്ച് പോകണതെന്ന് പറഞ്ഞ് വൈജയന്തി ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും. അതേപോലെ തന്നെ ബാലചന്ദ്രനും അങ്ങനെ ഏൽപ്പിച്ചവർ പോകും. പിന്നെ നേരം വെളുത്തതിന് ശേഷം ആംബുലൻസിലാണ് മുത്തശ്ശിനെ കൊണ്ടുവരുന്നത്. ആംബുലൻസിൽ കൊണ്ടുവന്ന് കണ്ടപ്പോൾ നമ്മുടെ അലീന ആകെ പേടിക്കും. മുത്തശ്ശി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാനും മോളെ, അങ്ങനെ തന്നെയെന്ന് പറയും. അപ്പോൾ തണ്ടലിൽ എല്ലിങ്ങനെ ചിന്നി നിൽക്കുന്നുണ്ടെന്ന് പറയും. പൊട്ടിയിട്ടൊന്നുമില്ല എന്ന് വൈജയന്തി പെട്ടെന്ന് പറയും. ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു കണക്കിന് സ്ട്രെച്ചറിൽ നിന്ന് എന്നെ കൊണ്ട് മുത്തശ്ശിനെ മുറിയിൽ കെടുത്തു. ആംബുലൻസ് ഡ്രൈവറും മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, അമ്മേ ഇനിയിപ്പോൾ വേദന ഉണ്ടെന്ന് ചോദിക്കും. വലിയ പിന്നെ മോനെ, നല്ല വേദന ഉണ്ടെന്ന് പറയും. ഇന്നലെ മര്യാദയ്ക്ക് നടന്നു വന്ന ആൾക്ക് പിന്നെ രാത്രി പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കും. എന്ത് പറ്റാ, ഞാൻ സിറ്റ് ഔട്ടിൽ വീണില്ലേ എന്ന് പറയും. വീണോ, എങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ അമ്മനെ പിടിച്ച് താങ്ങാൻ ഇവിടെ ആളുണ്ടായില്ലേ, ഇവിടെ ഒരാൾ താങ്ങിയാൽ എനിക്ക് നിൽക്കാൻ പറ്റുമോ, ഒരാളോ, അപ്പോൾ അലീന എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞതാണ് താങ്ങാന്ന്, അവളെ കൊണ്ട് തൊടിയിച്ചില്ലടാ ഇവള് വാശി പിടിച്ചാ നേരത്ത്. എന്നിട്ട് അവളെ മാറ്റി ഓടിച്ച് അവിടെ വന്ന് കടയിൽ വന്ന് നിൻ്റെ നിന്ന് താക്കോല് മേടിച്ച് ഇവിടെ തുറന്നില്ലേ, ആ ദേഷ്യം, അവളെ കൊണ്ട് തൊടിയിച്ചില്ല, അവൾ ഒറ്റയ്ക്ക് എന്നെ താങ്ങി പിടിച്ച് ആ സിറ്റ് ഔട്ടിൽ വീണതോടുകൂടിയാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും. അപ്പോൾ വൈജയന്തോട് അറിയുന്നുണ്ട്, ആ കൊള്ളാം, സ്വന്തം അമ്മയ്ക്ക് ഇട്ടന്നെ പണിതല്ലേ വൈജയെന്ന് ചോദിക്കും. നീ ആരോടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നിനക്ക് നാണാവില്ലെന്ന് ചോദിക്കും. അതെ, എൻ്റെ അമ്മനെ ഇവിടെ കൊണ്ട് ചികിത്സിക്കണം ഞാനാണ്, അമ്മനെ നോക്കാൻ ഹോം നേഴ്സിനെ നിർത്തിയതും ഞാൻ തന്നെയാണ്, എന്നിട്ടിപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നായോ എന്നൊക്കെ ചോദിക്കും.
ആ നീ ഒന്നും ചെയ്യുന്നില്ല അതന്നെയാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകും. എന്നിട്ട് അലീനോട് പറയും എല്ലാത്തിനും കാരണം നീ തന്നെയുണ്ട് എന്ന് പറയും. അതെ ഞാൻ തന്നെയാണെന്ന്. എന്തല്ലേ എന്ന് ചോദിക്കും. അതേന്ന് ഞാൻ തന്നെയാണെന്ന് പറയും. അങ്ങനെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട എനിക്കെല്ലാം മനസ്സിലാവുണ്ടെന്നും പറഞ്ഞ് വൈജയന്തി ആ മുറിയിൽ നിന്ന് പോകും. അമ്മനോട് അനങ്ങാണ്ടും പിടിക്കാണ്ടൊക്കെ എടുക്കണം എന്ന് പറയും. ഓ പിന്നെ ഇനി ഇതെന്തു ഇനി അനങ്ങിയിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് അമ്മയും ദേഷ്യപ്പെടും. എല്ലാ കുറ്റവും അവളല്ലേടി ചെയ്തത് എന്നിട്ട് പിന്നെ നീയാണ് ചെയ്തതെന്ന് പറയണേ. അത് സാരമില്ല അത് അങ്ങനെയാണ്. അതിനെ ഇനി പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല മാഡത്തിൻ്റെ രീതിയിലേ മുന്നോട്ട് പോകുള്ളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.